അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ മേഖലയിൽ സംഘർഷം അതീവ ഗുരുതരമാകുന്നു. ഇറാന്റെ മധ്യഭാഗത്ത് വെച്ച് രണ്ടാമതൊരു അമേരിക്കൻ F-35 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. വിമാനം തകർന്നു വീണതായും പൈലറ്റ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം മറ്റൊരു വിമാനത്തെ കൂടി ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടെങ്കിലും ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അമേരിക്കൻ സൈന്യം പ്രതികരിച്ചു. ഇതിനിടെ ഇറാന്റെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിനു നേരെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തെ പുകഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ അവശേഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തകർക്കുമെന്നും വൈദ്യുതി നിലയങ്ങളാണ് അടുത്ത ലക്ഷ്യമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നമ്മുടെ സൈന്യം ഇറാനിൽ അവശേഷിക്കുന്നത് തകർത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പാലങ്ങളും വൈദ്യുതി നിലയങ്ങളുമാണ് ലക്ഷ്യമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇറാന്റെ നേതൃത്വം എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുദ്ധം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. കുവൈറ്റിലെ ഒരു ശുദ്ധജല പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈറ്റും അറിയിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടാതെ കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വീടുകൾക്കും ട്രെയിൻ സ്റ്റേഷനും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇറാന്റെ ഏറ്റവും ഉയരം കൂടിയ പാലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ വൈദ്യുതി നിലയങ്ങളാണ് അടുത്ത ലക്ഷ്യമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിലാണ് ഇറാന്റെ തിരിച്ചടി. യുദ്ധം മുറുകിയതോടെ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുകയാണ്. പാകിസ്ഥാനിൽ പെട്രോൾ വില ഒറ്റയടിക്ക് 50% വർദ്ധിപ്പിച്ചു. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന ഭീതിയെ തുടർന്ന് ജനങ്ങൾ യാത്രാ പരിപാടികൾ റദ്ദാക്കുകയാണ്. ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വീടുകൾക്കും ട്രെയിൻ സ്റ്റേഷനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ടെല്ലവീവിൽ പുലർച്ചെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കെട്ടിടവും റെയിൽവേ സ്റ്റേഷനും അടക്കം തകർന്നു. ടെല്ലവീവിലെ സവിദോർ സെന്റർ റെയിൽവേ സ്റ്റേഷനിലാണ് മിസൈൽ പതിച്ചതെന്ന് ഇസ്രയേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ KN റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ടെല്ലവീവിലെ 9 ഇടങ്ങളിൽ പതിച്ചതായാണ് പ്രാദേശിക പത്രത്തിന്റെ റിപ്പോർട്ട്. ഇസ്രയേൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റുവെന്ന് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പർ ഗലിയിലെ ഇസ്രയേൽ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചു. ഡെൽഹായി, തെറ്റുല, മൽഖിയ, കിര്യത്ത് ഷൊംന എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുണ്ട്. പടിഞ്ഞാറൻ ഗലിയിലെ ശത്രുവിമാനത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായും IDF പറയുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം വ്യോമാക്രമണത്തിലൂടെ അമേരിക്ക തകർത്തതിന്റെ ദൃശ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു. കറാച്ചിയിലെ തന്ത്രപ്രധാന പാലമാണ് തകർന്നത്. ഇതിന് പിന്നാലെ കുവൈറ്റിലെ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സഭ കടൽപ്പാലം, സൗദി അറേബ്യയെ ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ, UAE ഷെയ്ഖ് സയ്യിദ്, ഷെയ്ഖ് ഖലീഫ പാലങ്ങൾ, ജോർദാനിലെ കിങ് ഹുസൈൻ, ദാമിയ, അബ്ദുൻ പാലങ്ങൾ എന്നിവ തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. അടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്നും പ്രതിരോധിക്കാൻ ഇറാൻ അവകാശമുണ്ടെന്നും ഫാർസ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ കരസേനാ മേധാവി റാൻഡ്രി ജോർജിനെ പുറത്താക്കി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്. സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് ഉടൻ വിരമിക്കണമെന്ന് സമൂഹമാധ്യമത്തിലൂടെ പോസ്റ്റിലൂടെ ഹെക്സത്ത് റാൻഡിയോട് ആവശ്യപ്പെട്ടു. യുദ്ധത്തിനിടെ അപൂർവമായാണ് ഇത്തരമൊരു നടപടി. റാൻഡി ജോർജിനെ പുറത്താക്കിയത് പെന്റഗണും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 വർഷമാണ് US സൈനിക മേധാവിയുടെ കാലാവധി. പദവിയിൽ റാൻഡിക്ക് 1 വർഷത്തോളം കാലാവധി ബാക്കി നിൽക്കെയാണ് നീക്കം. 2023 റാൻഡി സൈനിക മേധാവിയായത്. ഇതിന് പിന്നാലെ FBI ഡയറക്ടറും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേൽ, സൈനിക സെക്രട്ടറി ഡാനിയൽ ഡ്രിസ്കോൾ, തൊഴിൽ മന്ത്രി ലോറി ഷാവേസ് ഡെറേമർ എന്നിവരെയും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്താക്കാൻ ചർച്ചകൾ പുരോഗമിക്കുന്നതായി US മാധ്യമമായ അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.